ഹായ് ഗൈസ്, വെൽക്കം ടു ദ പോഡ്കാസ്റ്റ്. Thank you. എല്ലാവർക്കും സുഖല്ലേ? അങ്ങനെ പോണു. ആദ്യമായിട്ട് സുഖം സുഖാന്ന് പറയുന്ന അങ്ങനൊക്കെ കുഴപ്പമില്ല. പിന്നെ എങ്ങനെയുണ്ട് UK വന്നിട്ടുള്ള ഇവിടുത്തെ ലൈഫ്? നോട്ട് ബാഡ്, നോട്ട് ഗുഡ്. നടുക്കൂടെ എങ്ങനെയൊക്കെയോ പോകുന്നു, സർവൈവിങ് സംഭവം. ലൈഫിൽ എപ്പോഴുള്ള അപ്സ് ആൻഡ് ഡൗൺസ് അതുപോലെ തന്നെ ഇവിടെയും വന്നു അവിടെയും വന്നു. പിന്നെ എങ്ങനെ പോണു ബാക്കി കാര്യങ്ങൾ? ഡേറ്റിംഗ് ആണോ ഉദ്ദേശിക്കുന്നത്? കം ടു ദ പോയിന്റ്. ഫസ്റ്റ് ഒരു ഡേറ്റ് എക്സ്പീരിയൻസ് പറ അവിടെ വന്നിട്ടുള്ള. ഡേറ്റ് എക്സ്പീരിയൻസ് ഡേറ്റ് ഒക്കെ പറയേണ്ടി വരും. അതിനു മുന്നേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഡേറ്റിങ്ങും ഇവിടുത്തെ ഡേറ്റിങ്ങും നമ്മൾ ഡിഫറൻസ് ഉണ്ട്. അതായത് ഇപ്പൊ ഞാൻ നാട്ടിൽ നിന്ന് വിചാരിച്ചിരുന്ന ഡേറ്റിംഗ് എന്ന് പറഞ്ഞാല് ഇപ്പം ഇവിടെ വരുന്നവരെ എന്റെ മനസ്സിൽ നമ്മളിപ്പം ഫ്രണ്ട്സ് ആയിട്ട് പുറത്തു പോയി കോഫി കുടിക്കുന്നു. ഡേറ്റിംഗ് എക്സ്പീരിയൻസ് പറഞ്ഞേക്കാളും മുമ്പ് നമുക്ക് എന്താണ് എല്ലാവരുടെയും പെർസ്പെക്റ്റീവ്, ഡേറ്റിംഗ് എന്ന് വെച്ചാൽ എന്താ പെർസ്പെക്റ്റീവ് എന്ന് പറയാം. ഡേറ്റിംഗ് എന്ന് പറയുമ്പോ എന്റെ ചെറുപ്പത്തിൽ എന്റെ ഒരു ചെറുപ്പം തൊട്ടേ പെർസ്പെക്റ്റീവ് ഉണ്ടായിരുന്നു. ചെറുപ്പത്തില് ഡേറ്റ് എന്ന് പറയുമ്പോ എന്റെ ഉള്ള ഒരു എന്റെ ഒരു മനോഭാവം എന്ന് പറഞ്ഞാൽ മോശം തീരെ മോശം. അതായത് നമ്മളെ ചെറുപ്പത്തിലുള്ള ഒരു ഐഡിയ ഡേറ്റിനെ കുറിച്ച്. പിന്നെയാണ് നമുക്ക് മനസ്സിലായത് ഡേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, അങ്ങനെയല്ല. അങ്ങനെയൊക്കെ ഞാൻ മനസ്സിലായത്. പിന്നെ ഇവിടെ എത്തിയപ്പോഴും പിന്നെ എങ്ങനെയാണെന്ന് പറ. ഡേറ്റിന് പോകാന്ന് വെച്ചാൽ നമ്മൾ ചുമ്മാ കാഷ്വലായിട്ട് പുറത്തു പോവാ, നമ്മളൊരാളെ പരിചയപ്പെടും, നമുക്ക് അയാളെ കാണാൻ, നമ്മൾ കൂടുതൽ സംസാരിക്കുക, നമ്മൾ കൂടുതൽ അടുത്തറിയാം, ഒരു കോഫി അല്ലെങ്കിൽ ഒരു വാക്ക്. ലൈക്ക് എന്റെ കോൺസെപ്റ്റിൽ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ നമ്മൾ ഒരാളെ പ്രപ്പോസ് ചെയ്യുന്നു, കുറച്ചു കാലം എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ റിലേഷനിലാവുന്നു. ഇവിടെ ഡേറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് നമ്മൾക്ക് ഒരാളെ പ്രപ്പോസ് ചെയ്യണേക്കാളും മുമ്പ് ആള് നമുക്ക് സൂട്ടബിൾ ആയ, നമുക്കിപ്പോൾ ഒരാളെ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നേരെ പ്രപ്പോസ് ചെയ്യണതിന് പകരം ഡേറ്റിങ്ങിന് പോയിട്ട് ലൈക്ക് ആളെ കൂടുതൽ അറിഞ്ഞ് നമ്മുടെ വൈബാണോന്ന് അറിയാം മെയിനായിട്ട്. അതാണ് എന്റെ ഒരു പെർസ്പെക്റ്റീവ്. ഇവിടെ വന്നപ്പോ എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്. ഞാൻ ഈ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഞാൻ നാട്ടിൽ നിന്ന് വിചാരിച്ചോണ്ടെന്ന് വെച്ചാല് നമ്മള് ഇപ്പൊ ഒരു ഫ്രണ്ടായിട്ട്, അതിപ്പം എനിക്ക് റിലേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മളിപ്പോ കോളേജിലെ ഫ്രണ്ട്സ് ആയിട്ടോ അല്ലെങ്കിൽ ഗേൾസ് ആയിക്കോട്ടെ, നമ്മളൊരു കോഫി കുടിക്കാൻ പോവാ, ലഞ്ചിന് പോവാ, പിന്നെ കസിൻസ് ഒക്കെ ആയിട്ട് നമ്മൾ പോവില്ലേ, ഇപ്പൊ നമ്മൾ അനിയനുമായിട്ട് പോവില്ലേ, ഇപ്പൊ ഡേറ്റ് ഫോർ ദ ഡേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയില്ല. അങ്ങനെ ഞാൻ വിചാരിച്ചോണ്ടിരുന്നേ. ഇവിടെ വന്നിട്ട് ഞാൻ വെറുതെ തമാശക്ക് എന്റെ ഒരു ഫ്രണ്ടിനോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ചിലപ്പോ നാളെ ഒരാളെ ഡേറ്റിന് പോകുന്ന ഇപ്പൊ ആ ഫ്രണ്ടിനോട്, നീ വന്നിട്ട് ഇത്ര നാളായതേ ഉള്ളൂ, നീ വന്ന് ഡേറ്റിന് പോകാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, നീ ഉദ്ദേശിച്ച ഡേറ്റ് എന്താ? അപ്പളാ പറയുന്നത് ഇവിടുത്തെ ഡേറ്റ് എന്ന് പറയുന്നത് അതല്ല, ഇവിടെ നീ പറഞ്ഞ പോലെ തന്നെ ഉള്ളൊരു സംഭവമാണ്. പക്ഷെ എന്നാലും എനിക്ക് ഇവിടുത്തെ അതിനോട്ട് എനിക്ക് എന്റെ കൺസെപ്റ്റിൽ ഇപ്പോഴും ഡേറ്റ് എന്ന് പറയുന്നത് ടോം പറഞ്ഞ പോലെ നമ്മളൊരു കോഫി കുടിക്കാൻ പോവാ, ഒരാളെ നന്നായിട്ട് അറിയുക, ഒരു വാക്ക്, അതിപ്പോ ഫ്രണ്ട് ആയിക്കോട്ടെ, നമ്മളൊന്ന് സംസാരിക്കാൻ, അതൊക്കെയാണ് എന്റെ കോൺസെപ്റ്റില്. ഞാൻ പറഞ്ഞ തെറ്റായിരിക്കാം, പക്ഷെ എനിക്കതാണ് ഡേറ്റ്. എനിക്ക് തോന്നുന്നു എന്റെ ഒരു കോൺസെപ്റ്റിലെ ഡേറ്റ് എന്ന് പറഞ്ഞാല് ഇസ് ഗെറ്റിംഗ് ടു നോ എ പേഴ്സൺ. അത് എങ്ങനെ വേണമെങ്കിലും ആവാം. അതിപ്പോ പുറത്ത് പോകണമെന്നില്ല, അല്ലെങ്കിൽ ഒരു കോഫി ഡേറ്റ് തന്നെ ആവണമെന്നില്ല. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് ഒരാളെ പരിചയപ്പെടാ, അയാളുടെ അടുത്ത് സംസാരിക്കുക, അയാളുടെ വ്യൂസ്, അയാളുടെ വാല്യൂസ് അതൊക്കെ എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. അങ്ങനെയാണ് നമുക്ക് അയാളെ കൂടുതൽ അറിയാൻ പറ്റുക. സോ എന്റെ ഒരു കോൺസെപ്റ്റിൽ അതാണ് ഡേറ്റ്. ഡേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോ ചുമ്മാ ചാറ്റ് ചെയ്താലും മതി, അതൊരു ഡേറ്റ് ആണ്. സംസാരിക്കുക, എനിക്ക് തോന്നുന്നു അതാണ് കുറച്ചും കൂടെ എന്റെ ഒരു കോൺസെപ്റ്റ് ഓഫ് ഡേറ്റിംഗ്. ഇപ്പൊ ഇവരെല്ലാരും പറഞ്ഞ തന്നെ ഇതിലെല്ലാത്തിലും ഒരു ഭാഗം എന്റെ മൈൻഡിലും ഉണ്ടായിരുന്നു. ഈ ടോം പറഞ്ഞ തന്നെ ചെറുപ്പത്തിലുള്ള നമ്മുടെ ഒരു മൈൻഡില് ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സെൻസിലായിരുന്നു ഞങ്ങളെല്ലാം എടുത്തിരുന്നത്. പക്ഷെ ചീത്ത ചെയ്തെന്നല്ല വിചാരിച്ചിരുന്നത്, ഡേറ്റ് എന്ന ആ ഒരു കോൺസെപ്റ്റാ, ഒരു വൺ നൈറ്റ് സ്റ്റാൻഡ് പോലത്തെ ഒരു സെറ്റപ്പ് ആയിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. എനിക്ക് അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് എന്റെ ഒരു മൈൻഡില് പണ്ട് അങ്ങനെയായിരുന്നു. പിന്നെ അത് വളർന്നോളും എന്റെ ഒരു കോൺസെപ്റ്റ് അതായിരുന്നു, ജസ്റ്റ് മീറ്റ് ചെയ്യാം. സത്യം എന്റെ മൈൻഡിൽ അങ്ങനെയായിരുന്നു ഡേറ്റ് എന്ന് പറയുമ്പോ. പൊതുവെ ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നു, ഇങ്ങനെ
അപ്പൊ ഞാൻ ആ സമയത്ത് പണ്ടൊക്കെ വിചാരിച്ചിരുന്നു ചെറുപ്പത്തിലൊക്കെ പോയിട്ട് ഇങ്ങനെ കമ്പനി അടിക്കുക, അതിന് ഒരു പബ്ലിക് പോയി പാർട്ടി കണ്ട് ഫോണ് പോയിക്കാൻ അതൊരു ഡേറ്റ് ആണെന്ന് വിചാരിച്ചിരുന്നത്. അതാണ് ഡേറ്റ് എന്ന് വിചാരിച്ചിരുന്നത്. നാട്ടിലല്ല, ഞാൻ പൊതുവെ ഇമാജിനറി നമ്മൾ ആലോചിക്കുമല്ലോ, കുറെ കാര്യം ആലോചിച്ചു കിട്ടുമല്ലോ അതില്. പിന്നെ അത് കഴിഞ്ഞ് നമ്മള് വളരുന്ന അനുസരിച്ച് നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാവും, അങ്ങനെ കുറെ ഇൻഫർമേഷൻ കിട്ടുമല്ലോ. ഇപ്പൊ ഈ കോഫി ഡേറ്റ്, മൂവി ഡേറ്റ്, അതുപോലെയുള്ള കാര്യങ്ങളും. പിന്നെ നിങ്ങളെല്ലാം പറഞ്ഞ പോലെ ഒരാളെ മനസ്സിലാക്കാനുള്ള ഒരു ഇതും കൂടിയാണ് ഒരു ഡേറ്റ് എന്ന് പറയുന്നത്. ചിലപ്പോ ആ ഒരു ഒറ്റ ഡേറ്റിൽ തന്നെ നമുക്ക് ആരെയും മനസ്സിലാക്കാൻ പറ്റില്ല. ചിലപ്പോ ആ ഒരു ഡേറ്റ് ഒരു ഫ്രണ്ട്ഷിപ്പ് ആവാം, ചിലപ്പോ ആ ഫ്രണ്ട്ഷിപ്പ് ചിലപ്പോ ഒന്നുകൂടി ബൂസ്റ്റപ്പ് ആവും, ചിലപ്പോ സ്ട്രേഞ്ചർ ആവും. അത് പല രീതിക്കും. അതൊരു കറക്റ്റ് ഒരു കാര്യമാണ്. ഒരൊറ്റ ഡേറ്റ് കൊണ്ട് നമുക്ക് ഒരാളെ മനസ്സിലാക്കാൻ പറ്റത്തില്ല. ശരിയാ. അതാണ് നമ്മുടെ ഓരോരുത്തരുടെ പറഞ്ഞു വരുമ്പോ ഏകദേശം സെയിം ആണ്. ഒരു എസെൻസ് ഉണ്ട്, ഒരു എസെൻസ് ഉണ്ട്. ആ എസെൻസിന്ന് പലര് ഓരോരുത്തരുടെ മൈൻഡ് അനുസരിച്ച് അത് അവരുടെ രീതിയിൽ അവർക്ക് കംഫർട്ടബിൾ ആയ രീതിയിലേക്ക് അതൊരു എക്സ്പാൻഡ് നമ്മൾ വലുതാക്കി വെച്ചിരുന്നു. നമ്മളൊരു വൈബ് സെയിം ആണോന്ന് നോക്കാനുള്ളത്. മെയിനായിട്ടും ഇപ്പൊ അഞ്ചു പറഞ്ഞ പോലെ നമ്മുടെ വാല്യൂസിനും പക്ഷെ നമ്മള് വിചാരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അങ്ങനെ അത്രയൊക്കെ തന്നെ അല്ലേ. ഡേറ്റിംഗ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവർക്കും? വളരെ നല്ല ഡേറ്റിംഗ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ടോമിനും ഡേറ്റിംഗ് എക്സ്പീരിയൻസ് കുറവായിരുന്നു ഇവിടെ വന്നിട്ട്. ഞങ്ങൾ ഇതിനൊന്നും പോകാറില്ലല്ലോ ടോം. അത് തന്നെ, ഞങ്ങക്ക് പഠിക്കാൻ ഞങ്ങൾക്ക് അറിയില്ല എങ്ങനെയാന്ന്. നിങ്ങൾ പറഞ്ഞതാ ഞങ്ങൾക്ക് എങ്ങനെയാന്ന് പറഞ്ഞാ നിങ്ങൾ പറഞ്ഞു പറയും. പഠിക്കുക, ക്ലാസ്സിൽ പോവാ, പാർട്ട് ടൈം വർക്കിന് പോവാ, അതൊക്കെയായിരുന്നു ഞങ്ങളുടെ ബിസി ആയിരുന്നു. അല്ല, ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്നപ്പോ ഞാൻ വെച്ചോണ്ട് ഞാൻ ഡേറ്റിന് പോയിട്ട് പിന്നെയാണ് എനിക്ക് മനസ്സിലായി ഞാൻ നാട്ടിൽ വെച്ച് ഡേറ്റിന് പോയിട്ടുണ്ട്. ഞാനൊരു ഫ്രണ്ടിന് രാവിലെ ഞാൻ മെസ്സേജ് അയച്ചു, എന്താ പരിപാടി? അപ്പൊ ഫ്രണ്ട് പറഞ്ഞു ഞാൻ ടൗണിലൊക്കെ പോകുന്നത്. എന്റെ ജൂനിയർ ആയിരുന്നു. കല്യാണം കഴിഞ്ഞു. അല്ല, ഞാൻ ജൂനിയർ ആയിരുന്നു, ഫ്രണ്ട് അല്ല. അല്ല, എന്റെ ഒരു ജൂനിയർ ആയിരുന്നു. അപ്പൊ ഞാൻ എന്താ പരിപാടി? ഓക്കെ. അപ്പൊ പറഞ്ഞു രാവിലെ ടൗണിൽ പോകണം, ഇങ്ങനെ കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. അപ്പൊ ഈ കടയുടെ പേരൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ആ ടൈം കൂട്ടി നമ്മൾ വീണ്ടും കണ്ടുമുട്ടി. ഞങ്ങളിങ്ങനെ സംസാരിച്ച് ഞങ്ങളിങ്ങനെ അവൾക്ക് ഷോപ്പിങ്ങിനൊക്കെ പോയി. അതേന് സെന്റ് തോമസ് കോളേജിന്റെ അവിടെ 30 രൂപയ്ക്ക് ഷേക്ക് കിട്ടും. അപ്പൊ അതായിരുന്നു എന്റെ ലക്ഷ്യം. എന്റെ ലക്ഷ്യം അതായിരുന്നു, 30 രൂപയുടെ ഷേക്ക് ലക്ഷ്യം പകരം നടന്നു. പക്ഷെ അത് സെക്കൻഡ് സാറ്റർഡേ ആയിരുന്നു. അത് മാസത്തിൽ ഒന്നേ ആ കട ക്ലോസ് ആയിട്ടുണ്ടാവുള്ളൂ. അങ്ങനെ ഞാൻ നോക്കുമ്പോ തൊട്ട് ഓപ്പോസിറ്റ് ബാസ്കറ്റ്. അപ്പൊ ശരി, ഐസ്ക്രീം കഴിക്കാം. നമ്മൾ വിചാരിച്ച ഐസ്ക്രീം ഓക്കെ, മാക്സിമം 60. നമ്മളവിടെ ചെല്ലുന്നു നമ്മള് കഴിക്കാറുള്ള പിന്നെ പറയാ നമ്മൾ കഴിക്കാറുള്ള ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ ചോക്കോ ബാർ, മാംഗോ ബാർ, അതൊക്കെയായിരുന്നു. അപ്പോഴും ഞാൻ വിചാരിച്ചു ഒരു കപ്പ് ഐസ്ക്രീം കഴിച്ചാലും തന്നെ മാക്സിമം 60. ഐസ്ക്രീം അല്ലേ വില കുറവായിരിക്കും. അവിടെ കേറുന്നു നമ്മൾ. പിന്നെ നോക്കുമ്പോ അവിടെ ഒരു ലോഡ് ഇത് ഇരിക്കുന്നു. പിന്നെ എന്തോ കോഫി അങ്ങനെ എന്തോ ചോക്ലേറ്റ് അങ്ങനെ എന്തൊക്കെ കഴിച്ചു. എല്ലാം ഓർമ്മയുണ്ട്. അവിടെ ഒരെണ്ണത്തിന് എന്തോ എനിക്ക് തോന്നുന്നു 130 140 അങ്ങോട്ടായെന്ന് എനിക്ക് തോന്നുന്നു. അതിന്റെ എനിക്ക് ഓർമ്മയുണ്ട് എന്നുവെച്ചാ 131 ആയിരുന്നു. അപ്പൊ എന്റെ ചില്ലറിയില്ല. അക്കൗണ്ട് കിട്ടാൻ അങ്ങനെ എന്റെ ഒരു വളരെ വ്യത്യസ്തമായ ഒരു ഡേറ്റിംഗ് അനുഭവം എനിക്ക് നാട്ടിൽ വെച്ചിട്ടുണ്ട്. പക്ഷെ ഇവൻ ഈ ഡേറ്റ് അനുഭവത്തിന് പോയ ഫുൾ കഥ നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഇവൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇവൻ വീട്ടിൽ നിന്ന് വണ്ടി ഇല്ലാണ്ട് വാഴക്കൊലയോ ഇവൻ കാറ് കിട്ടിയില്ല അതുകൊണ്ട് ബൈക്കിൽ അത് ഈ കഥയല്ല, അത് വേറെ ദിവസം.
ആ ശരി. കട്ട് 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 ചെയ്യാം. സോറി. അല്ല ഇത് ഇങ്ങനെ ഒരു കഥ ഉണ്ടായിരുന്നു വെച്ചാൽ എനിക്ക് പോകാനൊരു കാരണം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ പറമ്പിലൊരു വാഴക്കൊല വെട്ടി അത് മാർക്കറ്റിൽ കൊണ്ടു കൊടുക്കാന്നുള്ള രീതിയില് അങ്ങനെ ഒരു കാറൊന്ന് വ്യാജന ചതിച്ചു, വേറെ ഒരു അനിയനോ. അങ്ങനെ ഒരു വ്യാജനയാണ് ഞാൻ അന്ന് ടൗണിൽ പോകുന്നത്. കാറ് കിട്ടാത്തതിന് ഭയങ്കര എന്തോ വിഷമം ഉണ്ടായിരുന്നു. ബൈക്കിൽ എനിക്ക് അങ്ങനെ ഡേറ്റിന് പോവല്ല. ഇപ്പൊ ഗേൾസിന് ബോയ്സിനെക്കാളും കൂടുതൽ അപ്രോച്ചസ് വന്നിട്ടുണ്ടാവില്ല ഡേറ്റ് കുറെ പേര് അങ്ങനെ. എനിക്ക് UK വന്നിട്ടുള്ള ഫസ്റ്റ് ഒരു എന്നെ ഒരാള് ഡേറ്റ് ഈ പറഞ്ഞ പോലെ ആ ഡേറ്റ് അല്ല, മലയാളിയാണോ? മലയാളിയാ. ഒരു കഥ ഞാൻ പറയാം. പക്ഷെ ഓക്കെ, ഭയങ്കര കോമഡി എന്നല്ല, ഒരു ട്രാജഡി കഥയാണിത്. അപ്പൊ ഇതുപോലെ നമ്മുടെ ഇവിടെ അടുത്ത ലൊക്കേഷനുള്ള ഒരാൾ തന്നെയാണ്, ലെസ്റ്ററിലല്ല, വേറെ ലൊക്കേഷനാണ്. എന്റെ ഒരു ഫ്രണ്ട് വഴി പരിചയപ്പെട്ട ഒരു ഫ്രണ്ടാണ്. അപ്പൊ ഇവിടെ വന്ന് നമ്മൾ UK വന്നിട്ട് പരിചയപ്പെട്ട ഒരാളാ. അപ്പൊ ഇങ്ങനെ മെസ്സേജ് ഒക്കെ അയച്ച് നമ്മൾ ഫ്രണ്ട്സ് ആയിരുന്നു, അത്ര ക്ലോസ് ഫ്രണ്ട്സ് ഒന്നും അല്ല. എന്നാലും എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു നമുക്കൊരു ദിവസം കാണാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ കാണാം. അപ്പൊ കാണുന്നുണ്ട്, എന്താ ഇപ്പൊ പ്രശ്നം, ഓക്കെ കാണാമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ആദ്യം വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. എന്തിനാ എനിക്ക് എന്റെ ഒരു ഇതെന്ന് വെച്ചിട്ട് എനിക്ക് കുറച്ചൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്. അതായത് ഒരാളെ കാണുമ്പോൾ ഞാൻ എടുപടിന്ന് കയറി എന്താന്ന് അങ്ങനൊന്നും ഞാൻ കമ്പനി ആവില്ല. ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞാൽ ഞാൻ സെറ്റാണ്, അല്ലെങ്കിൽ ഞാൻ അത്ര ഇതല്ല. അപ്പൊ എനിക്ക് ആദ്യം ഒരു ഇതായിരുന്നു. പിന്നെ വേറൊരു സ്ഥലത്താണ് നമ്മള്, ആളെങ്ങനാന്ന് എനിക്ക് അറിയില്ല. അപ്പൊ എനിക്ക് അങ്ങനത്തെ ഒരു കുറച്ച് ടെൻഷൻ. നമ്മൾ വന്നല്ലേ ഉള്ളൂ, വന്നിട്ട് 1 മാസം 2 മാസം ആയതല്ലേ ഉള്ളൂ. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ പിന്നെ വിളിച്ചല്ലേ ഒന്ന് ഓർത്തിട്ട് ഞാൻ പോവാന്ന് പറഞ്ഞു. ഞാനൊരു വിധത്തിലൊരു എനിക്ക് നമുക്ക് ആ സമയത്ത് എല്ലാ ദിവസവും ക്ലാസ് ഉണ്ട്, നമുക്ക് യൂണിവേഴ്സിറ്റി ക്ലാസ് ഉണ്ടായിരുന്ന സമയമായിരുന്നു. അപ്പൊ എനിക്ക് ക്ലാസ് ഒക്കെ ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ പോകാനൊരു ഡേ ഞാൻ പുള്ളിയോട് പറഞ്ഞ്, പുള്ളി വരാന്നൊക്കെ പറഞ്ഞ് സെറ്റായി. തലേദിവസം രാത്രി എനിക്ക് മെസ്സേജ് അയക്കുക, എനിക്ക് വരാൻ പറ്റത്തില്ല, എനിക്കൊരു ഓൺലൈൻ ക്ലാസ് ഉണ്ടെന്ന് നാളെ. എന്താ പറയാ, ഓൺലൈൻ ക്ലാസ് ഉണ്ടെന്ന്. ഞാൻ മനസ്സുകൊണ്ട് ഒരു താല്പര്യം ഇല്ലാഞ്ഞ എന്നെ ഇങ്ങനെ മെസ്സേജ് ബൂസ്റ്റ് ചെയ്ത് ഓക്കെ ഞാൻ സെറ്റൊക്കെ ആയി. അപ്പൊ എന്റെ റൂംമേറ്റ്, എന്റെ പഴയ ഒരു റൂംമേറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അവളെ എനിക്കൊരു ഡ്രസ്സ് വരെ ചൂസ് ചെയ്ത് ഞാൻ നാട്ടിൽ വന്നിട്ട് ഡ്രസ്സ് വരെ അവള് ഡ്രസ് ഇത് പോടാ. എനിക്ക് ഒരു വിഷമമില്ല കാര്യത്തില്. അപ്പൊ സംഭവിക്കാത്ത എന്തൊക്കെ സംഭവിച്ചത് നല്ലതിനെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അവളൊരു ഡ്രസ്സൊക്കെ എനിക്ക് ചൂസ് ചെയ്തിട്ട് പറഞ്ഞു ഇതിട്ടിട്ട് പോയാൽ മതി. പിന്നെ എന്തിനാടി ഇവിടെ എങ്ങാനും ഒരു ഇംപ്രഷനൊക്കെ ആയി നീ റിലേഷൻ ആവുകയാണെങ്കിൽ അത്രക്കൊക്കെ വേണോ? അവൾ പറഞ്ഞു ആയിക്കോ എന്നൊക്കെ പറഞ്ഞ് ഡ്രസ്സൊക്കെ ഞാൻ ചൂസ് ചെയ്ത് ഞാൻ ഇങ്ങനെ വൃത്തിയാക്കി എടുത്ത് വെച്ച് രാവിലെ ഇട്ടോണ്ട് പോകാൻ വേണ്ടി ഇന്ന് രാത്രി എനിക്ക് മെസ്സേജ് അയക്കാം, എനിക്ക് നല്ലൊരു ഓൺലൈൻ ക്ലാസ് ഉണ്ട്, വരാൻ പറ്റില്ല. ഞാൻ ഓക്കെ. പിന്നെ ഞാൻ എനിക്കതങ്ങ് ഭയങ്കര മടുപ്പായി പോയി. ഞാൻ ഓർത്തു ടേൺ ഓഫ്, എനിക്കറിയില്ല എന്തോ കാര്യത്തിന്. പിന്നെ ഞാൻ അത് കഴിഞ്ഞ് എന്റെ അടുത്ത് ഇങ്ങനെ അപ്രോച്ച് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ എന്നോട് ആ സമയത്ത് എനിക്ക് ജോലി ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ചാള് പിന്നെ പെട്ടെന്ന് തന്നെ എനിക്ക് ജോലി കിട്ടി. ഈ സംഭവം നടന്നിട്ട് 2-3 ആഴ്ചക്കുള്ളിൽ എനിക്ക് ജോലി കിട്ടിയെന്നാണ് എന്റെ ഒരു വിശ്വാസം. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ പുള്ളി എനിക്കിങ്ങനെ മെസ്സേജ് അയച്ചു തുടങ്ങി. എന്റെ പുള്ളിയുടെ ക്ലാസ് ഒക്കെ അപ്പൊ കഴിഞ്ഞു, ആ ഒരു നവംബറോട് ക്ലാസ് കഴിഞ്ഞു. അപ്പം ഡിസംബർ തൊട്ട് പുള്ളി ഫ്രീ എന്തോ ആയി. അപ്പൊ എനിക്ക് പിന്നെ മെസ്സേജ് തുടങ്ങി ഞാനിപ്പോ ഫ്രീ ആണ്, ഞാൻ വരാം. അപ്പൊ ഞാൻ പറഞ്ഞു തുടങ്ങി എനിക്ക് ജോലിയുണ്ട്, എനിക്ക് വരാൻ പറ്റത്തില്ല. സംഭവം എനിക്ക് എപ്പോഴാ രാവിലെ 9 തൊട്ട് ഉച്ചയ്ക്ക് 1:30 വരെ എനിക്ക് ഷിഫ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്നാലും ഞാൻ പറയും എനിക്ക് ഷിഫ്റ്റ് ഉണ്ട്, എനിക്ക് വരാൻ പറ്റത്തില്ല. ശനി ഞായർ ഞാൻ ഫ്രീ അല്ല, ശനി ഞായർ എനിക്ക് ഭയങ്കര പരിപാടിയാണ്, ഞാൻ ഫ്രീയേ അല്ല. അങ്ങനെ ഞാൻ അങ്ങ് ഒഴിവാക്കി. ആ പുള്ളിയായിട്ട് എനിക്ക് കണക്ഷൻ ഇല്ല, ഒന്നുമില്ല. അപ്പൊ അത് അങ്ങനെ ഒരു ട്രാജിക് ഡേറ്റ് കഥ. എനിക്ക് ഡേറ്റ് ഒന്നും ഇവിടെ വന്നിട്ട് UK ഡേറ്റ് എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിലേക്ക് ആദ്യം വരുന്ന സംഭവം ട്രോമയൊന്നുമല്ല. എന്തൊരു ട്രോമയോട്ട് എന്നാലും ഒരു ആവശ്യമില്ലാതെ ഒരാൾ നമ്മളെ ഒഴിവാക്കിയപ്പോ ഒരു ചെറിയൊരു ഭയങ്കര പഠിപ്പിച്ചാന്ന് തോന്നുന്നു. എനിക്കറിയില്ല. ഓൺലൈൻ ക്ലാസ്സിനൊക്കെ ഞങ്ങളൊക്കെ ഇവിടെ ഓൺലൈൻ ക്ലാസ് എന്തായാലും സർട്ടിഫിക്കറ്റ് ഉള്ള ക്ലാസ് ആയിരിക്കാം, എനിക്കറിയില്ല. ചിലപ്പോ അങ്ങനത്തെ കെയറോമിന്റെയോ യൂണിവേഴ്സിറ്റിന്നോ പുള്ളി എന്റെ ചിലപ്പോ ആളും ഒരു ആൻസൈറ്റിയിലായിരിക്കും, പേടിച്ചിട്ടായിരിക്കാം. എന്റെ ഡേറ്റിംഗ് എക്സ്പീരിയൻസ് എന്നെ റോങ് ആയിട്ട് അപ്രോച്ച് ചെയ്ത ഒരു സ്റ്റോറിയാണ് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങൾ ചെറുതായിരുന്നപ്പോ നിങ്ങളുടെ ഡേറ്റിംഗ് കോൺസെപ്റ്റ്, ഡേറ്റിനെ കുറിച്ച് ഭയങ്കര തെറ്റായ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ടില്ലേ. പക്ഷെ അത് ഇപ്പോഴും അതേ കോൺസെപ്റ്റില് ഇപ്പോഴും നടക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ ഇവിടെ വന്ന് UK വന്ന് ഒരു 1 വീക്ക് കഴിഞ്ഞപ്പോ എന്നെ ഇതുപോലെ ഒരാൾ അപ്രോച്ച് ചെയ്തിരുന്നു. ആള് എല്ലാ ദിവസവും ഞാൻ പോകുന്ന വഴിക്ക് വന്ന് നിൽക്കും. ഞാൻ ക്ലാസ്സിൽ പോകുമ്പോ അവിടെ വന്ന് മലയാളിയായിരുന്നു. അങ്ങനെ വന്ന് നിൽക്കുമായിരുന്നു, ശല്യം ചെയ്യായിരുന്നു ഒരുപാട്.
അപ്പൊ ഞാൻ ഒരു ദിവസം പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കി, എന്റെ ഐഡിയ ഇങ്ങനെയല്ല, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, ഇത് ഭയങ്കര ഡിസ്റ്റർബിങ് ആണെന്ന് പറഞ്ഞു. പക്ഷെ ആ പുള്ളി പറഞ്ഞത് ഇങ്ങനെയല്ലേ, ദിസ് ഇസ് ഹൗ യു നോ സമ്മൺ, ഇങ്ങനെ സംസാരിക്കാം, നമുക്ക് ഒരുമിച്ച് സംസാരിക്കാം, നടക്കാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ ഒരു ദിവസം പറഞ്ഞു, എന്തെങ്കിലും അറിയോ എന്റെ ഐഡന്റിറ്റി എന്താണ്, എന്റെ സെക്ഷുവാലിറ്റി എന്താണ്, എന്തെങ്കിലും അറിയോ? അപ്പൊ പുള്ളി പറഞ്ഞു, അതൊന്നും പ്രശ്നമല്ല, അത് നമുക്ക് ഓപ്പറേഷൻ ചെയ്യാന്നുണ്ട്. അതെനിക്ക് ഭയങ്കര, എനിക്ക് ചിരിക്കണോ കരയണോ, ഇതിനോട് എന്ത് പറയണം എന്ന് എനിക്ക് മനസ്സിലാവാതെ. അത് എങ്ങനെ ഒരാളെ അപ്രോച്ച് ചെയ്യണം, എങ്ങനെ അപ്രോച്ച് ചെയ്താലായിരിക്കും ലൈക്ക് എനിക്ക് തോന്നുന്നു ഇപ്പൊ ലൈക്ക് ഒരു റാൻഡം ആയിട്ടുള്ള ഒരാള്, പരിചയമില്ലാത്ത ഒരാളെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നതായിരിക്കും? ആദ്യം ഒന്ന് സംസാരിക്കണം, ഇൻട്രൊഡ്യൂസ് ചെയ്യണം. പിന്നെ പെട്ടെന്ന് കയറി ഇങ്ങനെ പറയുമ്പോ നമുക്ക് സ്ട്രേഞ്ച് ആയിട്ട് തോന്നും, ഇത് അറിയാത്ത ആളല്ലേ. അപ്പൊ ആദ്യം അയാളെ വിടും ലൈക്ക് ജനറൽ ആയിട്ട് എങ്ങനെ അപ്രോച്ച് ചെയ്യണം, സംസാരിക്കണം. ലൈക്ക് ആള് സംസാരിച്ചത് കുറച്ച് ഹാർഷ് ആയിട്ടായിരുന്നു. ഹാർഷ് അല്ല, അത് ടു ഫാസ്റ്റ് ആയിരുന്നു. ഓക്കെ, ടു ഫാസ്റ്റും പിന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അത് ബുദ്ധിമുട്ടായിരുന്നു. സുഹേലിന്റെ അപ്രോച്ച്, സുഹേല് ഭയങ്കര ഫാൻസ് ഒക്കെ ഉള്ള ആളല്ലോ, ഫ്ലൈറ്റ് തൊട്ടേ ഫാൻസാ. ഇവിടെ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള സത്യത്തിൽ പറഞ്ഞ എനിക്കറിയാൻ പാടില്ല, എന്നെ ഞാൻ അപ്രോച്ച് അതിന് എനിക്ക് എന്റെ മൈൻഡിൽ അത് അപ്രോച്ചാണ് എനിക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് അപ്രോച്ച് ചെയ്ത് എനിക്ക് എന്റെ ഒരു മൈൻഡിൽ ഇങ്ങനെ അപ്രോച്ച് ചെയ്തൊന്നുമില്ല. പബ്ലിക് പോയിട്ട് ജസ്റ്റ് ഇതുപോലത്തെ ഒരു റാൻഡം ആയിട്ട് ഒരാളടുത്ത് പരിചയപ്പെട്ട് സംസാരിച്ച ഒരു കാര്യം എന്റെ മൈൻഡിലുണ്ട്. പിന്നെ ഓർത്ത് വെക്കാം, പെൺകുട്ടിയാണ്. എനിക്ക് അതിനേലും എനിക്ക് ഇഷ്ടപ്പെട്ടത്, ഞാൻ ആദ്യം ലെസ്റ്ററിലായിരുന്നു വന്നിരുന്നത്, അത് കഴിഞ്ഞ് ഞാൻ ലണ്ടനിലേക്ക് മൂവ് ചെയ്തായിരുന്നു. സമയത്ത് എന്റെ ക്ലാസ്സുകൾ തുടങ്ങിയിരുന്നത്. എനിക്ക് ഞാൻ ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു പോയിക്കൊണ്ടിരുന്നത്, ബസ്സിലാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പൊ ആഴ്ചയിൽ 3 ദിവസം ക്ലാസ് ഉണ്ടാവും. അപ്പൊ എന്റെ ഒരു മൈൻഡ് വെച്ചിട്ടുണ്ടെങ്കിൽ ആരുടെയും കമ്പനി ആവുന്നുണ്ട്, വെറുതെ ഇരിക്കും, ബസ്സിൽ നിന്ന് ബോറടിക്കുമല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, റാൻഡായിട്ട് ഓരോരുത്തരെ കാണുമ്പോ ഓരോരുത്തർ സംസാരിക്കും. ഞാൻ ഹായ് പറയും. നല്ല ഗ്രീൻ ഫ്ലാഗ് കിട്ടുകയാണെങ്കിൽ പിറ്റേന്ന് ഒരു പൂജന്റെ ആയിട്ട് പണ്ട് നമ്മൾ ട്രെയിനിൽ പോകുമ്പോ ട്രെയിനിൽ പോയിട്ട് നമ്മുടെ ഓപ്പോസിറ്റ് എനിക്ക് പൊതുവെ വരാറുണ്ട്. എനിക്ക് എന്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് ഓർത്ത് വെക്കാൻ ഇതിലൊരു 3-4 വട്ടമെങ്കിലും എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. അതുപോലെ എനിക്ക് നമ്പർ ഞാൻ ജസ്റ്റ് ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്ത് ജസ്റ്റ് ട്രാവൽ ചെയ്യുമ്പോൾ ട്രാവൽ ബഡി പോലെ അത് ചിലപ്പോ ഞാൻ അത് കഴിഞ്ഞ് സംസാരിച്ച് കഴിയുമ്പോ പൊതുവെ അത് കമ്പനി ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാന്നുള്ള രീതിയിൽ ചിലപ്പോ ഒരു നമ്പറോ അല്ലെങ്കിൽ ഇൻസ്റ്റ ഐഡിയോ, ഞാൻ പൊതുവെ ഇൻസ്റ്റ ഐഡിയോ വെക്കാറ്. ഞാൻ ഇൻസ്റ്റ ഐഡിയോ വയ്ക്കും. പക്ഷെ ഇൻസ്റ്റ ഐഡിയോ വെച്ച് കഴിഞ്ഞ് പിന്നെ അത് ഞാൻ അവിടുത്തെ ഇറങ്ങി കഴിയുമ്പോൾ എനിക്ക് ആ മൂഡ് അങ്ങോട്ട് പോകും. പിന്നെ അങ്ങനെ സംസാരിക്കാറില്ല. അല്ല, എഫേർട്ട് ഇടാനുള്ള ഒരു സിങ്ക് തോന്നിയായിരുന്നില്ല. അതുകൊണ്ട് ഇവനിത് പറഞ്ഞോണ്ട് എനിക്ക്, ഞാൻ എപ്പോഴും ഇവനിങ്ങനെ എന്നോട് ഇങ്ങനത്തെ കഥ പറയുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം, അഞ്ചു ഉള്ളതുകൊണ്ട് ഞാൻ ചോദിക്കാം. അപ്പൊ അഞ്ചു ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലെ ഇപ്പൊ സപ്പോസ് ലണ്ടനിൽ നിന്ന് ലെസ്റ്ററിലേക്ക് വരിക, അപ്പൊ ഇവനെപ്പോ ഒരാള് ഇവനെ പരിചയമില്ല, അപ്പൊ ഇങ്ങനെ ഒരാള് വന്ന് അടുത്തിരുന്ന് ഹായ് ഒക്കെ പറഞ്ഞ് നമ്മളൊന്ന് റിലാക്സ് ചെയ്യാനായിട്ടായിരിക്കും ബസ്സിൽ കയറുക. ഫുൾ ടൈം ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് ലാസ്റ്റ് ഞാൻ പറയട്ടെ, ഇൻസ്റ്റയായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അഞ്ചു എങ്ങനെ ആയിരിക്കും, അയാളെ കുറിച്ചുള്ള ഇംപ്രഷൻ എന്താ അഞ്ചുവിന്റെ? അതെ, ഏതൊരാളെ അപ്രോച്ച് ചെയ്യേണ്ട ഒരു രീതിയുണ്ട്. നമ്മൾ പെട്ടെന്ന് പോയിട്ട് ഇൻസ്റ്റൈഡി എന്താ അല്ലെങ്കിൽ അങ്ങനെ ചോദിച്ചാൽ ഞാൻ ആരായാലും കൊടുക്കില്ല. നേരം ഒരാളോട് സംസാരിച്ചാല് മനസ്സിലാവും, സേഫ് ആണോന്ന് മനസ്സിലാവും. ചിലവർക്ക് ആക്ട് ചെയ്യാൻ പറ്റും കേട്ടോ, അവര് ഭയങ്കര മാനിപ്പുലേറ്റ് ചെയ്ത് സംസാരിക്കാൻ പറ്റും. പക്ഷെ എന്നാലും ഇറ്റ് ഡിപ്പെൻസ്, ആ സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും.
ഇപ്പൊ നമ്മൾ നല്ല മൂഡിലല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാൻ തോന്നില്ല. അപ്പൊ നമ്മൾ നോ പറഞ്ഞ് മാറിയിരിക്കും. അതേപോലെ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഹെക്ടിക് ഡേ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഇങ്ങനെ ഒരാൾ വന്ന് സംസാരിക്കുമ്പോ ഇഷ്ടാവില്ലല്ലോ. ചിലപ്പോ നല്ലതായിരിക്കും. നമുക്ക് ഒരു ഒരാളെ relaxation. സംസാരിക്കണം എന്ന് തോന്നുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നല്ല. അപ്പൊ ആ സിറ്റുവേഷൻ അനുസരിച്ച് ഡിപ്പെൻസ്. ഞാൻ പറഞ്ഞോട്ടെ ബാക്കി ഞാൻ അപ്രോച്ച് ചെയ്യുന്ന വെച്ചാൽ ആദ്യം തന്നെ ഹായ് പറഞ്ഞല്ല, ആദ്യം ഞങ്ങൾ കുറച്ച് അവിടെ ഇരിക്കും, റിലാക്സ് ചെയ്യും, കുറച്ച് മൂവ് ചെയ്ത് ആൾക്ക് ചില സമയത്ത് എന്റെ അടുത്ത് ഇങ്ങോട്ട് വന്ന് ഹായ് പറഞ്ഞ സന്ദർഭങ്ങളുണ്ട്. അപ്പൊ എനിക്കങ്ങനെ ചിന്തിക്കാമല്ലോ. നമുക്ക് കിട്ടാറുണ്ട്. ഷെഫീൽഡൊക്കെ പോയി ഞാനിപ്പോ അപ്പുറത്ത് ഇപ്പുറത്ത് വേറെ സീറ്റിലിരുന്നു. ഞങ്ങള് അവിടെ ഇവിടെ ഒക്കെ പോയിരിക്കും. ഞാൻ ഒരു സീറ്റിലേക്ക് പോകാൻ വേറൊരു സീറ്റിലേക്ക് വന്നിരിക്കാം. എവിടെ ഞാൻ 100 ദിവസം ഇങ്ങനെ ഉറങ്ങിയ ബസ്സിന് ഒരു അപ്പൂപ്പൻ ടോമിനോട് ബാക്കി ഇതിരുന്ന് സംസാരിക്കുന്നത്. എനിക്കാണെങ്കിൽ ഒരു ഇൻട്രസ്റ്റും ഇല്ല. എന്നിട്ടാണെങ്കിൽ സംസാരിച്ചോണ്ടിരിക്കും. നോട്ടിങ്ങാം എത്തിപ്പോ ചോദിക്കാം ബിർമിംഗ്ഹാം ആയോ. എന്റെ ഇങ്ങോട്ട് വന്നുകൊണ്ട് ഞാൻ അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. അത് സ്റ്റാർട്ടിൽ ഇപ്പൊ ഈ നിങ്ങളെല്ലാരും പറഞ്ഞ അപ്രോച്ചിലെ രീതിയിൽ ഞാൻ ആദ്യം ട്രാവൽ ചെയ്ത് കുറച്ച് മൂവ് ചെയ്തതിന് എന്റെ ഒന്ന് റിലാക്സ്ഡ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ചിലപ്പോ ഞാൻ അങ്ങോട്ട് സംസാരിക്കും, അല്ലെങ്കിൽ ഇങ്ങോട്ട് സംസാരിക്കും, എന്തെങ്കിലും കാര്യം വരായിരിക്കും. ആ ഞാൻ നെഗറ്റീവ് ഷെയർ അല്ല, എന്റെ അപ്രോച്ച് എന്താണെന്ന് ഞാൻ പറയായിരുന്നു. അത് ഏത് ഷെയ്ഡിൽ ഏത് രീതിയിലായിരുന്നു. ആ അല്ല ഞാൻ പറഞ്ഞ നിങ്ങൾ ഇപ്പൊ റിലാക്സ് ചെയ്യാൻ ഞാൻ അപ്പൊ അതുപോലെ ഒരു ഡിസ്റ്റർബ് ചെയ്യാൻ ഉദ്ദേശിച്ചല്ല. ഇപ്പൊ നമ്മള് പറയുന്ന കുറച്ച് സംസാരിക്കുമ്പോ അതിന് ആൾക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിയുമ്പോ നമ്മളത് സംസാരിക്കാനില്ല, അത് മനസ്സിലാക്കണം. അപ്രോച്ച് ചെയ്യണമെങ്കിൽ എങ്ങനെയാ ലൈക്ക് ഇപ്പൊ ഞാനാന്ന് വിചാരിക്കുക സുഹേലിന്റെ പൊസിഷനിൽ. ഇപ്പൊ ഞാൻ എന്റെ അപ്പുറത്ത് അങ്ങനെ ആരെങ്കിലും വന്നിരുന്നു കഴിഞ്ഞാൽ ഞാൻ ഒരു 100 വട്ടം ആലോചിക്കും എങ്ങനെ പറയണോ പറയണം ഇങ്ങനെ പറയും. പക്ഷെ കുറെ കഴിയുമ്പോ ഞാൻ അതങ്ങോട്ട് വിടും, ആലോചിച്ച് ലൈക്ക് ഇപ്പൊ നീ അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ ചെയ്യോ അതോ കുറെ വട്ടം ഇതുപോലെ ആലോചിച്ചിട്ടാണോ? ആദ്യം ഇവൻ മൈൻഡ് സെറ്റൊക്കെയാണ് കയറുന്നത്. എന്റെ അടുത്ത് ഇന്ന പ്രായത്തിലുള്ള ഒരാളാണ് വരണമെങ്കിൽ ഇത് പറയണം, എന്തായാലും എന്നെക്കാട്ടിലും മൂത്താണെങ്കിൽ ഇത് പറയണം. 40-50 വയസ്സിന് ഇടയിലുള്ള ഒരു ആന്റിയെ വിടുന്നെങ്കിൽ ആന്റിക്ക് സുഖമാണോ? മക്കളൊക്കെ അങ്ങനെ അത് അവൻ അങ്ങനെ മൈൻഡ് സെറ്റ് ഒക്കെ ചേച്ചിയുടെ മോക്കത്ര അവൻ അങ്ങനെ മൈൻഡ് സെറ്റ് ഒക്കെയാണ് വരിക. നമുക്ക് റിലാക്സേഷനും സമയവും നമ്മൾ വെറുതെ അത്രയും ട്രാവൽ ചെയ്ത് ചില സമയത്ത് ഞാൻ ഉറങ്ങാറുണ്ട് കേട്ടോ. എപ്പോഴും സംസാരിക്കൊണ്ടൊന്നുമില്ല കേട്ടോ, മിക്കപ്പോഴും ഞാൻ ഉറങ്ങാറുണ്ട്. ഇത് ഞാൻ പറയും 4-5 ഇതോടെ നടന്നിട്ടുള്ളൂ ലൈഫില്. നമുക്കാർക്കും ലൈക് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആർക്കും ഉണ്ടായിട്ടില്ല ഇതിന്റെ ഇല്ല അവന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, ബാക്കി ആയിരിക്കും. ലൈക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പാടായിരുന്നു ലൈക് ലോങ് ഡിസ്റ്റൻസ്. അത് ലോങ് ഡിസ്റ്റൻസ് റിലേഷന്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളൊരു എഫേർട്ട് എടുക്കണം. ഒരു എഫേർട്ടിന്റെ കുറവായിരുന്നു, പാടാണ് എന്നുവെച്ചാൽ നമ്മളൊരു ടൈം സോൺ വ്യത്യാസമുണ്ട്. കേരളത്തിൽ നിന്ന് ഇന്ത്യയിൽ എവിടെ മാറിക്കുന്ന പോലെയല്ല, ലൈക് വേറൊരു സ്ഥലത്ത് തന്നെയാണ് ടൈം സോൺ തന്നെ വേറെ. അപ്പൊ അതിന്റേതായ ബുദ്ധിമുട്ടുണ്ടായി. ടൈം സോൺ വ്യത്യാസമുണ്ട്. പിന്നെ നമ്മുടെ ഇവിടുത്തെ തിരക്കുകൾ നമ്മുടെ നാട്ടിൽ ഫ്രീ ആയിട്ടിരിക്കുന്ന പോലെയല്ലോ. നമ്മുടെ നാട്ടിൽ നമ്മളൊരു ബാംഗ്ലൂരോ അതോ ഡൽഹിയിലോ ഒരു കോളേജിൽ പഠിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് കുറച്ച് ടൈം കിട്ടും. പക്ഷെ ഇവിടെ അതുപോലെയല്ല, നമുക്ക് പാർട്ട് ടൈം ജോബ് ഉണ്ട്. എടാ അതൊരിക്കലും പറഞ്ഞില്ലേ നാട്ടിൽ നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന പോലെ അല്ല. ഇപ്പൊ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം വെച്ചാല് നാട്ടിലിപ്പൊ നമ്മള് ഫ്രീ ആയിട്ട് ഇരിക്കുമ്പം നമുക്ക് വേറെ എന്താ പറയാ, ഇപ്പൊ ഞാൻ നാട്ടിലായിരുന്നപ്പം എന്നെ അങ്ങനെ ബോധർ ചെയ്യുന്ന വിഷയങ്ങൾ വളരെ കുറവായിരുന്നു. ഞാൻ എന്റെ വീട്ടില് ഞാൻ എന്റെ ഒരു ആ ഒരു കംഫർട്ട് സോണിൽ അങ്ങനെ ഒരു ആയിരുന്നു ഞാൻ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോ അതെല്ലാം മാറിയപ്പം ഫ്രീ ആയിട്ട് ഇരിക്കാന്ന് പറഞ്ഞാലും എന്റെ മനസ്സിൽ കൂടെ 100 കൂട്ടം കാര്യം പോകുന്നുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫ്രീ അല്ല. അപ്പൊ ചില ബന്ധുക്കാരൊക്കെ ഇങ്ങനെ എന്റെ അമ്മയോട് ചോദിക്കാറുണ്ട്, വിളിക്കാറില്ല എന്ന്. എനിക്ക് വിളിക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കാറില്ല. അതുകൊണ്ടാണ് നമ്മളിവിടെ അങ്ങനെ ഫ്രീ ആയിട്ട്. പിന്നെ നമ്മുടെ നാട്ടിലുള്ള പോലെ നമ്മുടെ നാട്ടിൽ നമ്മൾ പുറത്തു പോയിട്ട് നേരെ വീട്ടിലേക്ക് കയറി വരുമ്പോ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ പുറത്തു പോയിട്ട് വരുമ്പോ നമ്മള് മനസ്സിൽ ആലോചിച്ചിരിക്കും വീട്ടിൽ എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാവോ, അല്ലെങ്കിൽ ഞാൻ പോയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കേണ്ട വരുമോ, വീട്ടിൽ എന്തൊക്കെ ഉണ്ടാകും, എനിക്ക് ഉണ്ടാക്കണ്ടേ. അപ്പൊ നമ്മുടെ വീട്ടിൽ വരുമ്പോ അതനുസരിച്ച് നമ്മള് നമ്മുടേതായ തിരക്കുകളിലേക്ക് നമ്മളങ്ങ് മാറും. കുക്കിംഗ് ഇപ്പോ ഇതിന്റെ അകത്ത് നമ്മളെല്ലാവരും ഒരു ഇത് ഇവിടെ വന്നിട്ട് കുക്കിംഗ് പഠിച്ചവരായിരിക്കും. ഞാനും ടോമൊക്കെ നാട്ടീന്ന് ജസ്റ്റ് എനിക്കൊന്നും ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നു. അവന്
പിന്നെ അടിയിടാൻ പഠിച്ചിട്ടാ. അവൻ അരിയിടാൻ പഠിച്ചിട്ടാ വന്നേ. പക്ഷെ ഇപ്പൊ ഞങ്ങൾക്ക് എന്തും ഉണ്ടാക്കാൻ പറ്റും ഇവിടെ. അതുപോലെ സ്കില്ലൊക്കെ കുക്കിംഗ് സ്കില്ലൊക്കെ മാറി. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഇപ്പൊ ഞാൻ എന്റെ ഫ്രണ്ട്സിനൊക്കെ ഈ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഓൾമോസ്റ്റ് ഇവിടെ വന്നിട്ട് എല്ലാം ബ്രേക്ക് ആയിട്ടുണ്ട്. അപ്പൊ അവര് പറഞ്ഞൊരു റീസൺ ഫിസിക്കൽ പ്രസൻസ്, ഒരാളുടെ ഫിസിക്കൽ പ്രസൻസ് ഉണ്ടാവേണ്ടത് ഇമ്പോർട്ടന്റ് ആണെന്നാണ് അവർ പറയുന്നത്. അത് അവരുടെ ഒരു ഇതാ. നമുക്ക് അതിലൊരു, കാരണം എനിക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല, എനിക്ക് ലോങ് ഡിസ്റ്റൻസ് ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അതിലൊരു ഇൻടേക്ക് പറയാൻ പറ്റില്ല. ലൈക്ക് അത് മെയിൻലി ആ ചോയ്സസ് ഒക്കെ ഒരാളുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. ഇത് എന്താ പറഞ്ഞ ചോയ്സ് ആണ്, ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് പോലെ ഇരിക്കും. ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ ഇപ്പൊ വന്നിട്ട് എന്റെ ഒപ്പം വന്നാണ് 3 years ആവാൻ പോകുന്നത്. ഇപ്പോഴും ആ റിലേഷൻഷിപ്പ് ആണ്. അവൻ ഇവിടെ വന്നിട്ട് വേറൊരു അഫെയറും അവനുണ്ടായിട്ടില്ല, ആ പെൺകുട്ടിക്കും ഉണ്ടായിട്ടില്ല. അവരിപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു. ഇടയ്ക്ക് പൊട്ടലും ചുറ്റിലൊക്കെ നമ്മൾ കാണുന്നതല്ലേ, പൊട്ടലും ചുറ്റിലൊക്കെ ഉണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ അത് പിന്നെയും ബാക്ക് ടു നോർമൽ. എനിക്കൊന്നും ഇല്ലല്ലോ, എനിക്കില്ല അത് ഈ പറഞ്ഞ ഫിസിക്കൽ ആയാലും രണ്ടും പാർട്ട് ഓഫ് റിലേഷൻഷിപ്പിൽ പാർട്ടാണ്. അത് ചില സമയത്ത് നമുക്ക് സാക്രിഫൈസ് ചെയ്യാൻ പറ്റും, ചിലവർക്ക് അത് സാക്രിഫൈസ് ചെയ്യാൻ പറ്റാറില്ല. അപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. അതൊക്കെയാണ് ഈ പ്രശ്നം. അത് ചില സമയത്ത് ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും. അപ്പൊ മനസ്സിലാക്കാൻ പറ്റി കഴിഞ്ഞാൽ അത് ഓൾറൈറ്റ്. പിന്നെ ഇതുപോലെ തന്നെ ഈ ലോങ് ഡിസ്റ്റൻസിൽ പറയും, ഈ നമ്മളെല്ലാവരും സംസാരിക്കുമ്പോൾ നമ്മുടെ കുറച്ച് ആദ്യമൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയണ്ട, നമ്മൾ ആദ്യം വന്നതല്ലേ, ആ ഒരു പുതുമോടിയിൽ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കും. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എന്താ, വർക്ക്, വീട്, ഫുഡ് ഉണ്ടാക്കല്, കിടന്നുറങ്ങല്. നമ്മളെന്താ എന്ത് ചെയ്തു, കഴിച്ചു, ജോലിക്ക് പോയി, വേറൊന്നുമില്ല. വേറെ എന്ത് പറയാനാ, വേറെ ഒന്നും പറയാൻ എന്തെങ്കിലും ഉണ്ട് നമുക്കൊന്നും പറയാൻ അത് എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയില്ല. എനിക്കൊന്നും പറയാൻ തോന്നാറില്ല, എനിക്കൊന്നും പറയാനില്ല. അപ്പൊ നമുക്ക് അങ്ങനെ പറയാൻ തോന്നാത്തത് നമ്മളെങ്ങനെ സംസാരിക്കും? എന്തേ സുഖമല്ലേ, പിന്നെന്തേ വീട്ടിലെല്ലാ വിശേഷം എന്തുണ്ട്, പറഞ്ഞോ, എന്താണ് എല്ലാ കാര്യങ്ങളും നോക്കണം, ശരീരം നോക്കണം, ഓക്കെ ശരി അന്ന് വെക്കട്ടെ. അപ്പൊ പിന്നെന്തേ ഇത് കണ്ടപ്പോഴാ ഞാൻ ഇത് പറഞ്ഞോണ്ട് എനിക്കറിയാൻ പാടാട്ടോ ഇതെന്താ സംഭവം. ഇനിയിപ്പൊ പറഞ്ഞില്ലേ നമ്മൾ ഈ സംസാരിക്കും, ഇതെങ്ങനെ യൂട്യൂബിലൊക്കെ നേരത്തെ അറിയാൻ പറ്റുമെന്ന് എനിക്കറിയാൻ പാടില്ല. യൂട്യൂബിന് നേരത്തെ അറിയാൻ പറ്റും. കാരണം അറിയോ, ഞാൻ ഇന്നൊരു നമ്മള് വീട്ടിലിരുന്നപ്പോ വീട്ടിലിരുന്നപ്പോ ഇത് അല്ലല്ല ഞാൻ പറയണ കേക്കടാ, ഞാൻ പറയണ കേക്ക് മക്കളെ. ഞാൻ എന്ന് വെച്ചാൽ പറയുന്നത്, ഞാൻ ഇങ്ങനെ ഉണ്ടെന്നാ ഇപ്പൊ ഇവൻ പറഞ്ഞില്ലേ ഇതിനെപ്പറ്റി വല്ല ധാരണ ഒന്നുമില്ല. അതുപോലത്തെ നമ്മളിപ്പോ പറയില്ല ഒന്ന് സംസാരിക്കാനില്ലാന്ന്, അതുപോലത്തെ ഒരു വീഡിയോ ആയിരുന്നു. അതിൽ ലാസ്റ്റ് ഒരു ഫ്രണ്ട് പറഞ്ഞു എനിക്ക് സംസാരിക്കാനില്ലാന്ന് പറഞ്ഞു. നിന്റെ പ്രശ്നം എനിക്ക് മനസ്സിലായിരുന്നു. വേറൊരു തന്നെ ചോദിക്കും, നീ എന്താ സംസാരിക്കാറ്? അവൻ പറയും ഞങ്ങള് ഫാമിലി പ്ലാനിങ് ഇല്ലാന്ന്. എനിക്കിപ്പോ 2 കുട്ടികൾ, അതിൽ ഒരാളിപ്പോ സ്കൂളിൽ പോവാറായി പറഞ്ഞ അങ്ങനെ കഥയാ. ഞാൻ ഇന്ന് നമ്മൾ ഈ ടോപ്പിക് സംസാരിക്കുന്ന എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നില്ല. അത് ഇന്ന് ഗൗതം വൈകിട്ട് പറഞ്ഞപ്പോഴാണ് ഞാൻ കാര്യം എനിക്കറിയില്ല. അപ്പൊ അതിനു മുമ്പേ ഞാൻ കണ്ടെന്നു വെച്ചാല് അതിനു മുമ്പേ നമ്മൾ ആന്റിസിപ്പേറ്റ് നമ്മൾ ഒരു കാര്യം വന്ന് കണ്ടു. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ പറയാൻ പറ്റി. ചില കപ്പിൾസിന് അവരുടെ സൈലൻസ് പോലും അവരുടെ ഇടയിലുള്ള സൈലൻസ് പോലെ എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പൊ അവര് അവിടെയും ഇവിടെ ലോങ് ഡിസ്റ്റൻസ് ആയാൽ പോലും അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ പറ്റും, അറിയായിരിക്കും ഒരാള് ബിസിയാണ് അല്ലെങ്കിൽ അടുത്ത ആള് ഫ്രീ ആണ് എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ, അങ്ങോട്ട് മ്യൂച്വൽ റെസ്പെക്ട് ഉള്ളവരാണെങ്കിൽ അത് നന്നായിട്ട് പോകും. അല്ലാത്തവരൊക്കെ ഇതുപോലെ ലൈക്ക് ഓരോ റീസൺ കണ്ടുപിടിക്കും ചീറ്റ് ചെയ്യാനായിട്ട്. മോസ്റ്റ്ലി ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ വന്നിട്ട് ചീറ്റ് ചെയ്യുന്നത്. റിലേഷനിലായി കഴിഞ്ഞ് അധികം ടൈം ആകാത്തവര്, ഇപ്പൊ 1-2 വർഷം അല്ലെങ്കിൽ 1 വർഷമൊക്കെ ആയിട്ടുള്ളവര് ലോങ് ഡിസ്റ്റൻസിലേക്ക് പോകുമ്പോൾ ബ്രേക്കപ്പ് ആവാനുള്ള ചാൻസ് കൂടുതലാ. അതൊന്നെങ്കിൽ അവര് പരസ്പരം അത്ര മനസ്സിലായിട്ടില്ലായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞ തെറ്റായിരിക്കാം, പക്ഷെ എന്റെ ഒരു ഇതില് എനിക്കറിയാവുന്ന നമ്മൾ ഇത്ര ആൾക്കാരെ കണ്ടിട്ടൊക്കെ ഉണ്ട്. അതിലൊക്കെ പറയുന്നത് പക്ഷെ ഒരു 4-5 വർഷം 6 വർഷം പോലെ നമ്മളിങ്ങനെ പറയും 6 ഇയർ ആണ് ബ്രേക്കപ്പിന്റെ. കുറെ കാലം പോയി കഴിഞ്ഞാൽ 6 ഇയറിൽ ബ്രേക്കപ്പ് ഉണ്ടെന്ന്. ഓക്കെ അങ്ങനെ ഉണ്ടോ? അപ്പൊ എന്നാലും ഒരു 2 വർഷത്തിൽ കൂടുതലൊക്കെ വരുവാണെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, എന്താ പറയാ, അവര് എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. കാരണം ഇത്രയും വർഷം അവര് പരിചയമുണ്ട്. എങ്ങനെയാണെങ്കിലും അവര് ഇപ്പൊ നീ ഇപ്പൊ പറഞ്ഞ പോലെ ഒന്നും സംസാരിക്കാനില്ല, പക്ഷെ അവര് തമ്മിൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനുണ്ടായിരിക്കാം.
അവര് തമ്മില് എന്താ പറയാ, ഈ പറയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കണം. അപ്പൊ അവര് തമ്മിൽ ആ ഒരു കണക്ഷൻ കാണും. പക്ഷെ ഇപ്പൊ പരിചയപ്പെട്ടിട്ട് കുറച്ച് നാളായവർക്ക് എന്താ പറയാ, എങ്ങനെ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകണം എന്ന് അറിയാൻ പാടില്ലാത്തവർക്ക് മറ്റൊരാളെ ഇതുവരെ അങ്ങോട്ട് ഫുള്ളി മനസ്സിലാക്കാൻ ഫുള്ളിയും വേണ്ട, എന്താ പറയാ, എന്നാലും ഒരു ഇതിന് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം ഒരു ബ്രേക്കപ്പ് ആയി പോകുന്നത്. പിന്നെ പറഞ്ഞ ഫിസിക്കൽ പ്രസൻസും ആഗ്രഹിക്കുമല്ലോ, ഒരു ഇനീഷ്യൽ ടൈമിലൊക്കെ നന്നായിട്ട് ആഗ്രഹിക്കുമല്ലോ. അപ്പൊ അതും കിട്ടാത്ത റീസൺ ആയിരിക്കാം എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു, അറിയില്ല. നമുക്ക് ടൈം ലിമിറ്റഡ് ആണ്. നമുക്ക് കൂടുതൽ കുറച്ചുകൂടി പേരായിട്ട് കുറച്ചുകൂടി വലിയ ഡിസ്കഷൻ പോലെ ഒരു വട്ടം ഇനിയും ചെയ്യാം. ഇതിന്റെ ഒരു പാർട്ടും അല്ല, ഈ പോഡ്കാസ്റ്റ് തന്നെ സെക്കൻഡ് എപ്പിസോഡ്, ലൈക്ക് ഇതൊരു സീരീസ് പോലെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കണേ. പോഡ്കാസ്റ്റിന്റെ പേര് ഗോഡ് ഡാം പോഡ്കാസ്റ്റ് എന്നാണ്. സോ ലൈക്ക് ഈ വട്ടം ഞാൻ തെറ്റിച്ചില്ല. അപ്പൊ അതുപോലെ നമുക്കിത് ഓരോ എപ്പിസോഡായിട്ട് ചെയ്യാം. ലൈക്ക് ഇനിയും ആൾക്കാരെ കൊണ്ടുവരാം. അപ്പൊ കുറച്ചുകൂടി ഒപ്പീനിയൻസ് 5 പേര് വന്നപ്പോൾ ഇത്രയും വന്നെങ്കിൽ രസമായിരിക്കും. അത് ശരിയാ, ബഡ്ജറ്റ് ഒക്കെ കുറച്ച് കുറവാണ്. 2 മൈക്ക് വെച്ചാണ്. 2-3 വയസ്സ് 4 വയസ്സ് ഡിഫറൻസ് ഉള്ള ആൾക്കാരുണ്ട്. അപ്പൊ ഓരോരുത്തർക്കും അവരുടെ പെർസ്പെക്റ്റീവ് ഒരു 24 ഞാൻ പ്രായം അങ്ങനെ ഉദ്ദേശിച്ചാണ്. ആ ഡിഫറൻസ് ഉണ്ടല്ലോ, ഓരോ ഇത് ഞാൻ കാണുന്ന ഒരു ഇതിലായിരിക്കില്ല ഗൗതം കാണുന്നത്. അപ്പൊ ആ ഒരു ഡിഫറൻസ് ഉണ്ട്, അങ്ങനെ നമുക്ക് പറയാം. എക്സ്പീരിയൻസ് ഉണ്ട് ഓരോരുത്തർക്കും. ഓക്കെ, നമുക്കപ്പോ ഇത് വൈൻഡ് അപ്പ് ചെയ്യാം.